ഏതെങ്കിലും മറ്റ് സ്ഥലങ്ങളുണ്ടോ എന്നറിയില്ല. ഭാഷാഭേദങ്ങളിൽ തലസ്ഥാന നഗരിയിൽ നിലവാരം കെട്ട സംസാരത്തിന് പറയുന്ന ഒരു പ്രാദേശിക പ്രയോഗമുണ്ട്. അഴുക്ക വർത്താനമെന്നാണ്. അത് ആവർത്തിക്കുന്നില്ലെങ്കിലും ആ പ്രയോഗത്തിന് അർഹതപ്പെട്ടൊരു കവലപ്രസംഗം കേരളം കേട്ട വാർത്താ ദിനമാണ്. പ്രയോക്താവ് 4 പതിറ്റാണ്ടുകൾ പാർലമെന്റ് രംഗത്തും സംഘടനാ രംഗത്തുമുള്ള CPM-ന്റെ പരമോന്നത സമിതി അംഗം ആലമ്പാടൻ വിജയരാഘവൻ അഥവാ A. വിജയരാഘവൻ. 2006 മുതൽ നീണ്ട 16 വർഷങ്ങൾ ആ മഹാനഗരത്തിൽ ജീവിച്ച് അതിൽ 8 വർഷം ആ റോഡിലൂടെ മിക്ക ദിവസങ്ങളിലും നടന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വ്യക്തിബോധ്യത്തിൽ പറയലാണ്, വഞ്ചിയൂരിൽ CPM സമ്മേളനത്തിന് പാതിയും കെട്ടിയടച്ച ആ സ്ഥലം പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ആ റോഡ് തലസ്ഥാന നഗരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരത്താണ്. ആശുപത്രികളിലേക്ക്, മെഡിക്കൽ കോളേജുകളിലേക്ക്, സ്കൂളുകളിലേക്ക്, കോടതിയിലേക്ക് സാധാരണക്കാർ, പ്രാരാബ്ധക്കാർ ജീവിതാവശ്യങ്ങൾക്ക് നിത്യേന പോകുന്ന വഴിയാണ്. അല്ലാതെ വിജയരാഘവൻ പറയും മട്ടിൽ കാറിനുള്ളിൽ സല്ലാപത്തിൽ ഏർപ്പെട്ട അമ്മായിയമ്മയെ കാണാൻ പോകുന്നവരല്ല. അന്ന് KPSC ഒരു നാടകവണ്ടി കൊണ്ട് കുറുകെയിട്ടപ്പോൾ തൊട്ട് രാവിലെ മുതൽ മാധ്യമങ്ങൾ പറയലാണ്, ആ നട്ട റോഡിലെ പന്തലുകെട്ടൽ നിയമലംഘനമാണ്, നാടിനെ വെല്ലുവിളിക്കലാണ്. ഓർക്കണം, പാതയിലല്ല, പാതയോരത്ത് പാവങ്ങളെ ബന്ദികളാക്കരുതെന്ന് കോടതികൾ പല കാലങ്ങളിൽ പറഞ്ഞതൊക്കെ ഈ പുല്ലുവിലയിൽ പുറങ്കാലിനടിച്ച് പോലീസ് സ്റ്റേഷൻ, കോടതിക്ക് മുന്നിൽ പട്ടാപ്പകൽ നിയമലംഘനത്തിന് നടുവിൽ പാർട്ടി സെക്രട്ടറി അടക്കം വിസ്തരിച്ചിരുന്നെങ്കിൽ നീയൊക്കെ ചെയ്യാൻ പറ്റുന്നതങ്ങ് ചെയ്യടാ എന്ന രാഷ്ട്രീയ തിണ്ണമലമാണ്, ധാർഷ്ട്യമാണ്. വഴിയടച്ച് പാവങ്ങളെ വഴിയാധാരമാക്കിയിട്ട് പോരാഞ്ഞ് ആ പാർട്ടിയുടെ PB സഖാവ് ഉളുപ്പില്ലാതെ ചോദിക്കലാണ്, അമ്മായിയമ്മയെ കാണാൻ റോട്ടിലുരുട്ടി സല്ലപിച്ച് നീയൊക്കെ കാറിൽ പോകുന്നത് എന്തിനാ, നടന്നങ്ങ് പൊക്കൂടെ, ഏറനാടൻ വായ്മൊഴി എന്നൊക്കെ അങ്ങ് പറഞ്ഞേക്കരുത്. രാഷ്ട്രീയമല്ല പറയുന്നത്, രാഷ്ട്രീയ ഗൂണ്ടായിസമാണ്. ആ സമരകാലത്ത് കറുത്ത വസ്ത്രമെന്ന വാശിയെന്തിനാ എന്ന് ചോദിച്ച മട്ടിൽ അധികാരം തലക്കി പിടിച്ച അഹങ്കാരമല്ലെങ്കിൽ, പാവങ്ങളുടെ നെഞ്ചത്ത് കയറാമെന്ന ധിക്കാരമല്ലെങ്കിൽ, മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പരിവാര വാഹനങ്ങളും ക്യാവൽക്കേടും പാഞ്ഞു പോകുന്ന എവിടെയെങ്കിലും അടച്ചുകെട്ടി ഇറങ്ങി നടക്കു വിജയ എന്ന് പറയാമോ നേതാവെ? മുട്ടുവിറയ്ക്കും. ആഭാസ വർത്താനങ്ങൾ ആദ്യമായാണോ? ആലത്തൂർ പറഞ്ഞ സ്ത്രീവിരുദ്ധ വൃത്തികേടുകൾ, ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ വർഗീയ വെളിപാടുകൾ, വനിതാ മാധ്യമ പ്രവർത്തകരുടെ ചുണ്ടിലെ ചായം നോക്കി പറഞ്ഞ് വെളിവുകേട്, എന്നിട്ടും നാക്കിനെ നിയന്ത്രിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ലെങ്കിൽ ജനം തിരുത്തണം ആ പുരോഗമന പ്രസ്ഥാനമെന്നും പറഞ്ഞ് അധോഗമന മനോഗതിയിൽ തികട്ടി വരുന്ന കാലഹരണപ്പെട്ട സാമൂഹ്യ വിരുദ്ധ സ്ത്രീവിരുദ്ധ വികൃതവാണി അങ്ങ് നിർത്തിയേക്കണം വിജയരാഘവ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം.